നമസ്കാരം സുഹൃത്തുക്കളെ, കലണ്ടറുമായി ബന്ധപ്പെട്ട ഒരു മുൻ PSC പരീക്ഷാ ചോദ്യം നമുക്ക് നോക്കാം. 2022 സെപ്റ്റംബർ 10 ഒരു തിങ്കളാഴ്ചയാണെങ്കിൽ 2022 ഡിസംബർ 10 ഏത് ദിവസമായിരിക്കും? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് 2022 സെപ്റ്റംബർ 10 ഒരു തിങ്കളാഴ്ചയാണ്, മൺഡേ ആണ്. അങ്ങനെയാണെങ്കിൽ 2022 ഡിസംബർ 10 ഏത് ദിവസമായിരിക്കും? ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ഇനി ഞാൻ പറയുന്ന മെത്തേഡ് വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. നമുക്ക് ഈ മാസങ്ങൾ തമ്മിൽ എത്ര ദിവസം ഉണ്ട് എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പോൾ സെപ്റ്റംബർ 10 10 കഴിഞ്ഞു. ഇനി എത്ര ദിവസമുണ്ട്? സെപ്റ്റംബർ 10 ശേഷം എത്ര ദിവസമുണ്ട്? 20 ദിവസമുണ്ട്. ഒക്ടോബറിൽ 31 ദിവസമുണ്ട്. നവംബറിൽ 30 ദിവസമുണ്ട്. ഡിസംബർ 10 വരെയല്ലേ ഉള്ളൂ. അപ്പോൾ ഡിസംബർ 10 വരെയേ ഉള്ളൂ. അപ്പോൾ ഡിസംബർ മാസത്തിൽ 10 ദിവസമാണുള്ളത്. ഇത് ഭംഗിയായിട്ട് മനസ്സിലായല്ലോ. സെപ്റ്റംബറിൽ ശേഷിക്കുന്ന ദിവസം, ഒക്ടോബറിലുള്ള ദിവസം, നവംബറിലുള്ള ദിവസം, ഡിസംബറിൽ അത് വരെയുള്ള ദിവസങ്ങൾ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഓരോ ദിവസത്തെയും 7 കൊണ്ട് ഹരിക്കണം. 7 കൊണ്ട് ഹരിക്കണം. 7 കൊണ്ട് ഹരിക്കണം. 7 കൊണ്ട് ഹരിക്കണം. 20/7 2 7 14 3 7 21 കൂടിപ്പോവും. 2 പ്രാവശ്യം ഹരിക്കുമ്പോൾ തന്നെ പൂർണ്ണമായി കഴിഞ്ഞു. പിന്നെ ശിഷ്ടം എത്രയാണെന്ന് താഴെ എഴുതണം. 2 7 14 പ്ലസ് 6 ആണ് ശിഷ്ടം. അപ്പോൾ 20നെ 7 കൊണ്ട് ഹരിച്ചാൽ 6 ശിഷ്ടം കിട്ടും. ആ ശിഷ്ടത്തെ ഇവിടെ എഴുതണം. അതാണ് ഈ വരിയിൽ എഴുതേണ്ടത്. ഒക്ടോബർ 31 ദിവസത്തെ 7 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 4 7 28 പോയിട്ട് 3 ദിവസം. 31ൽ 28 ദിവസം പോയാൽ ബാക്കി 3 ദിവസമാണ് ശിഷ്ടമായിട്ട് കിട്ടുക. ഈ പറഞ്ഞ കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. 31നെ 7 കൊണ്ട് ഹരിക്കുക. ഹരിക്കുമ്പോൾ ബാലൻസ് കിട്ടുന്ന, ശിഷ്ടം കിട്ടുന്ന സംഖ്യ 28ന് ശേഷം 3 ദിവസങ്ങൾ ശിഷ്ടം കിട്ടും. 30നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 28 ആണ്. ശിഷ്ടം 2, അതിവിടെ എഴുതണം. 10നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 1 പ്രാവശ്യമാണ് 7 കൊണ്ട് ഹരിക്കാൻ പറ്റുക. ശിഷ്ടം 3. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ശിഷ്ടങ്ങൾ തമ്മിൽ കൂട്ടുക. ഒന്നുകൂടെ പറഞ്ഞുതരാം. ആദ്യം മാസങ്ങൾ എഴുതുക. ആ മാസത്തിൽ ശേഷിക്കുന്ന ദിവസങ്ങൾ ഇവിടെ എഴുതുക. അവസാനം ആ ഡേറ്റ് വരെയുള്ള ദിവസം മുകളിൽ എഴുതുക. എന്നിട്ട് ഓരോ ദിവസത്തെയും 7 കൊണ്ട് ഹരിച്ച് ശിഷ്ടം താഴത്തെ വരിയിൽ എഴുതുക. ഇനി ശിഷ്ടങ്ങളെ തമ്മിൽ കൂട്ടുക. 6 + 3 + 2 + 3 6 3 9 9 2 11 11 3 14. ഈ കിട്ടിയ 14നെ വീണ്ടും 7 കൊണ്ട് ഹരിക്കുക. ഹരിച്ചതിന് ശേഷം ശിഷ്ടം കിട്ടുന്നത് 0 ആണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം കിട്ടുന്ന ശിഷ്ടം എത്രയാണ് നോക്കണം. 0. ശിഷ്ടം 0 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ സെപ്റ്റംബർ 10 തിങ്കളാഴ്ച ആയതുകൊണ്ട് അവസാനം പറഞ്ഞ ദിവസം ഡിസംബർ 10 തിങ്കളാഴ്ച തന്നെയായിരിക്കും. അതുകൊണ്ട് ഡിസംബർ 10 തിങ്കളാഴ്ച തന്നെ ആയിരിക്കും. എന്തുകൊണ്ട്? ശിഷ്ടം 0 ആയതുകൊണ്ട്. ശിഷ്ടം 1 ആയിരുന്നുവെങ്കിൽ ഡിസംബർ 10 തിങ്കൾ പ്ലസ്, അതായത് മൺഡേ പ്ലസ് 1, ഒരു ശിഷ്ടം വന്നാൽ +1 ട്യൂസ്ഡേ ചൊവ്വാഴ്ചയാകുമായിരുന്നു. ശിഷ്ടം 2 ആയിരുന്നുവെങ്കിൽ മൺഡേ പ്ലസ് 2 = വെനസ്ഡേ ബുധനാഴ്ചയാകുമായിരുന്നു. ശിഷ്ടം 3 കിട്ടി. ഇവിടെ ഈ ശിഷ്ടം 3 കിട്ടിയിരുന്നുവെങ്കിൽ ഈ മൺഡേ പ്ലസ് 3 = തേഴ്സ്ഡേ വ്യാഴാഴ്ചയാകുമായിരുന്നു. ശിഷ്ടം 4 കിട്ടിയിരുന്നുവെങ്കിൽ മൺഡേ പ്ലസ് 4 = ഫ്രൈഡേ വെള്ളിയാഴ്ചയാകുമായിരുന്നു. ശിഷ്ടം 5 കിട്ടിയിരുന്നുവെങ്കിൽ മൺഡേ പ്ലസ് 5 = സാറ്റർഡേ. ശിഷ്ടം 6 കിട്ടിയെങ്കിൽ മൺഡേ പ്ലസ് 6 = സൺഡേ ആകുമായിരുന്നു. വീണ്ടും 7 ശിഷ്ടം വരത്തില്ല. കാര്യം 7 കൊണ്ട് നമുക്ക് ഹരിക്കാൻ പറ്റുമല്ലോ. ഈ രീതിയിലാണ് കലണ്ടറിൻ്റെ ദിവസങ്ങൾ കണ്ടുപിടിക്കുന്നത്. കലണ്ടറിൻ്റെ ദിവസങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യം ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എല്ലാ മത്സര പരീക്ഷകൾക്കും ഇതിൽ നിന്ന് ചോദ്യമുണ്ടാകും, എല്ലാ നിലവാരത്തിലുമുള്ള പരീക്ഷകൾക്ക്. അതുകൊണ്ട് ഭംഗിയായി പഠിക്കുക. സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിട്ടാൽ ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. താങ്ക് യു.